പ്രോക്കുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കൊടംപുളിയിട്ട ഒരു ചെമ്മീൻ കറിയാണ്. കൊടംപുളിയിട്ട തേങ്ങ കൊത്തിട്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച ഒരു നാടൻ ചെമ്മീൻ കറി. ചോറിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മീൻ കറി, ചെമ്മീൻ കറി. നോക്കാം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. ഒരു ചെമ്മീൻ കൊടംപുളിയിട്ട കറി. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് കൊടംപുളി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ച കൊടംപുളി ഒരു 2-3 ഇതുണ്ടായിരുന്നു. ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചു. കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഇത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം. ഇത്രയും സാധനമാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനം. ഉപ്പ്. ഇത്രയായി കഴിഞ്ഞ് നമ്മളുണ്ടാകും. ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ കൊടംപുളി നന്നായിട്ട് കഴുകി, ഇതിനകത്ത് അഴുക്കും മണ്ണൊക്കെ ഉണ്ടാവും, അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത്, വലിയ കൊടംപുളിയായിരുന്നു, അത് ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചിരിക്കുന്നതാണത്. ഇതും കൂടെ കൂടി ഈ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കരിവേപ്പിലയും കൂടെ ഇട്ടേട്ടെ. കറിവേപ്പില എപ്പിട്ടാലും നല്ലതാണ്. കറിവേപ്പിലയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇടയ്ക്ക് അതിനകത്ത് ഈ പ്രാണികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിക്കാനെടുക്കാം. നന്നായിട്ട് എല്ലാം ഇളക്കി കൊടുക്കുക. ഇനി ഈ പുളി നന്നായിട്ട് ഉരുകണം. ഈ പുളി ഉരുകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ചേർത്ത് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി പെട്ടെന്ന് ഉരുകി കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടി ചെയ്യാനുള്ളത്. ആദ്യം ഇതൊന്ന് തിളക്കട്ടെ. ആദ്യം നമ്മൾ നന്നായിട്ട് തിളച്ച ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു, ഇളക്കി കൊടുക്കുക. ഇത് കാശ്മീരി മുളകും മറ്റേ മുളക് പൊടിയും കൂടെ നമ്മൾ നോക്കിയറിയാം. ഇത് നല്ല റെഡിഷ് താഴത്തെ കാശ്മീരി മുളക് പൊടി, നമ്മുടെ ചുമന്ന പിരിയൻ മുളകും മറ്റേ മുളകും മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും എരിവ് വരാനും. മീൻകറിയൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തത് കളറുമായി ടേസ്റ്റുമായി എരിവുമായി കൂടെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇതൊന്ന് ഇളക്കുക. അതിന് ശേഷം ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയും ഉള്ളി പച്ചമുളകും കൂടെ നമ്മൾ ചതച്ച് വെച്ചിരുന്നത് അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു കൂട്ടം കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് വേവട്ടെ. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്. അതിനുശേഷം ഇതെല്ലാം അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളവന്നോടം വരെ വെയിറ്റ് ചെയ്യുക. കാരണം ഇതിനകത്തെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ കുത്തൊക്കെ വിട്ട് നന്നായിട്ട് തിളച്ച് അതിനകത്തെ ആ തേങ്ങ ജസ്റ്റ് ഒന്ന് വേവിനോടം വരെ അതുവരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ കൂടി നമ്മൾ തിളച്ചു. ഇനിയെല്ലാം നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തേക്കും. ക്ലീൻ ചെയ്ത് വെച്ചാട്ടോ നന്നായിട്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു നാരക്ക എടുത്ത് കഴിഞ്ഞിട്ട് വേണം അത് ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറവാണെന്നെല്ലാം തോന്നുവാണെങ്കിൽ ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിക്കുക എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ചിലർക്ക് കുത്തിയിളക്കണ്ട. എന്ത് കറി ഉണ്ടാക്കുമ്പോഴും എല്ലാം കൂടെ കൂടിയിട്ട് കുത്തിയിളക്കട്ടെ. ശ്രദ്ധിച്ച് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കുറച്ച് കറിവേപ്പിലയും കേട്ടോ. കറിവേപ്പില എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് കുറച്ചുകൂടി കറിവേപ്പില ഇട്ടു. ജസ്റ്റ് ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് കറക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അടുത്ത് പിടിച്ചു. ഓക്കെ, ഇനി ഇത് മുഴുവൻ നന്നായിട്ട് വെന്ത് കുറച്ച് വേവുണ്ട് ചെമ്മീന്. ആ വേവ് മുഴുവൻ വെന്ത് നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ പാല് പിഴിഞ്ഞ് ഇത് ശരിക്കും വെന്ത് കുറുകി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഒരു തേങ്ങയുടെ ഒരു അരമുറിയോളം എടുത്ത് നന്നായിട്ട് ചിരണ്ടി പിഴിഞ്ഞെടുത്ത് നമ്മൾ അതിനകത്തേക്ക് ചേർക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിക്നെസ് വരാനായിട്ട്. നമ്മൾ തേങ്ങ അരച്ചല്ല ചേർക്കുന്നത്, തേങ്ങ പാലൊഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കടുക് വറുത്തിടുക. അപ്പോൾ അത് കാരണം ഇത് അതൊന്ന് വേവട്ടെ ആദ്യം. അപ്പോഴത്തേനും നമുക്ക് തേങ്ങ ചിരണ്ടി അരച്ച് തേങ്ങ നന്നായിട്ട് ചിരണ്ടി പിഴിഞ്ഞ് പാലെടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മളിത് അര തേങ്ങാമുറി എടുത്ത് നന്നായിട്ട് ചിരകി അതിനകത്ത് നിന്ന് പാലെടുത്ത് വെച്ച് ഒറ്റ പ്രാവശ്യം പാലെടുത്തിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം കൂടെ കൂടി മിക്സിയിൽ നിറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ്. അതിനകത്ത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പാലാണ് നമ്മളിത് വെന്ത് കുറുകി വരുമ്പോൾ നമ്മൾ പിന്നെ ആ
ചെമ്മീനിലേക്ക് ആഡ് ചെയ്യണത്. ഇതാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള നമ്മൾ തിളച്ച് വരുമ്പോഴത്തേനും ഈ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. നമ്മൾ ഒന്നുകൂടി കുറുകി എല്ലായിടത്തും അങ്ങനെ ഒരുപാട് കുറുകി കഴിഞ്ഞാൽ പിന്നെ ചാറാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ തൊട്ട് കൂട്ടാൻ പാകത്തിനാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വറ്റിക്കാം. അല്ല നമുക്ക് കുറച്ചുകൂടി കറി പോലെയൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ചട്ടിയിലിരുന്ന് ഓൾറെഡി കുറച്ചുകൂടി ഒന്ന് കഴിക്കാൻ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയത്തിൽ നിർത്തുവാണ്. നമ്മൾ ഇതിൻ്റെ സിമ്മിലാക്കിയിട്ടു. അപ്പോൾ തിളയങ്ങ് കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരുന്നല്ലോ, അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം ഇത് നോക്കി ഇളക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെയാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ശരിക്കും സിമ്മിലാക്കണം. അതിനുശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കിട്ടും. അപ്പോൾ അതിന് പിരിഞ്ഞു പോയതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വില കൊടുത്ത് ചെമ്മീനും മേടിച്ച് ഇത്രയൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ പിരിഞ്ഞു പോയാൽ പിന്നെ എന്താ കാര്യം? അപ്പം അതുകൊണ്ട് നമ്മളതിനുള്ള ചേർത്തതിന് ശേഷം ഒന്നുകൂടി നോക്കുക. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമ്മൾ ഇതങ്ങ് വേണമെങ്കിൽ ഒരു കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് അതും കൂടെ കൂടിയിട്ട് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതിനകത്ത് ചെമ്മീൻ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വേവിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറുകാനായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിർത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും നമ്മൾ വരുമ്പോൾ ഇത്രയും ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് മീൻ കറി വേണമെന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിർത്തുവാണ്. അതിനുശേഷം നമ്മൾ ഇനി കടുക് വറുത്തിടുന്ന പരിപാടി. കടുക് വറുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണിത്. 2 വറ്റൽമുളക്, കുറച്ച് ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് വയ്ക്കുന്നത്, പിന്നെ കുറച്ച് കടുകും കൂടെ കൂടിയിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുക് വറുക്കാനുള്ള സാധനങ്ങളായി. നമ്മളിനി ചെയ്യുന്നത് കടുക് പൊട്ടിക്കുന്ന പരിപാടിയാണ്. ആദ്യം വെളിച്ചെണ്ണ, നമ്മൾ മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും മുളകും കരിവേപ്പിലയും ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയാണ്, നല്ല ചൂടോടെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കരിയാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ടേക്കും പോവാം എന്നുള്ള ധാരണയൊന്നുമില്ല. കുറച്ച് നേരത്തെ ഒരു പ്രോസസ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് അത് ഉള്ളി മൂക്കുന്നവരെ, ഒരു ഉള്ളിയൊക്കെ മൂക്കുമ്പോഴൊരു ഒരു നല്ല വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു സ്മെല്ല് വരെ നമ്മളത് നോക്കണം. നമുക്കത് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ചുമന്ന് വരാനായിട്ട് തുടങ്ങും. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഇതിനകത്ത് എപ്പോഴും തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന കറികളിലെ എപ്പോഴും ഈ നമ്മളത് യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും. തേങ്ങ അരച്ച് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ള കറിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം മസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. നമ്മൾ 10 മണിയായപ്പോൾ ഉണ്ടാക്കി വെച്ച മീൻ കറിയാണേ. ഒരു സമയം 1 മണി കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒന്ന് കുറുവെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് അതിന് തിക്നെസ് എത്രയുണ്ടെന്നുള്ള കാര്യം നോക്കൂ. ഇത്രയും കറി ചാറ് വേണ്ടേ നമുക്ക് ചോറുണ്ണാനായിട്ട്? അല്ലെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒരു കറിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമുക്കിന്ന് ഈ കറി മാത്രമേ ഉള്ളൂ ചോറിന്, ചാറ് കറി. അപ്പോൾ പിന്നെ നമുക്ക് ഇത് അതിൽ കൂടുതൽ തിക്നെസ് ആക്കി കഴിഞ്ഞപ്പോൾ കറി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.